നമസ്കാരം. ഇന്ന് മാർച്ച് 6, 2026 ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയ വോളറ്റിലിറ്റി ദൃശ്യമായ ഒരു ദിവസമായിരുന്നു. ഇന്നത്തെ ക്ലോസിങ്ങിൽ നിഫ്റ്റി ഏകദേശം 24,450 ക്ലോസ് ചെയ്തത്. 315 പോയിന്റ് ഇടിഞ്ഞു. സെൻസെക്സ് ആകട്ടെ 1000 പോയിന്റിന് മുകളിൽ ഇടിയുണ്ടായി. ഈ ആഴ്ച മുഴുവനും പൊതുവെ മാർക്കറ്റിൽ വലിയൊരു ഫിയർ സെന്റിമെന്റ് കാണാമായിരുന്നു. ഇന്ന് മാർക്കറ്റ് ഇടിയാനായിട്ട് പ്രധാന കാരണങ്ങളിലൊന്ന് ഗ്ലോബൽ വാറിനെ കുറിച്ചുള്ള ഭയം തന്നെയാണ്. മിഡിൽ ഈസ്റ്റ് ഭാഗത്തൊക്കെ നടക്കുന്ന US-ഇറാൻ ടെൻഷൻ കാരണം ഗ്ലോബൽ മാർക്കറ്റ് മുഴുവനായിട്ടും പ്രഷറിലായിരുന്നു. ഒപ്പം തന്നെ അതിൻ്റെ കൂടെ ക്രൂഡ് ഓയിൽ പ്രൈസ് കൂടിയതോടുകൂടി ഇൻവെസ്റ്റേഴ്സ് റിസ്ക് എടുക്കാൻ തയ്യാറല്ലാത്ത ഒരു മാനസികാവസ്ഥയിലേക്ക് മാറി. അതുകൊണ്ട് തന്നെ ലോകമെമ്പാടും മാർക്കറ്റ്സുകൾ പൊതുവെ വീക്കായിട്ടാണ് കാണപ്പെട്ടത്. പ്രത്യേകിച്ച് ബാങ്കിങ് സെക്ടറിൽ വലിയ സെല്ലിംഗ് പ്രഷറാണ് കണ്ടത്. ബാങ്ക് നിഫ്റ്റി ഏകദേശം 2% ഇടിഞ്ഞു. ലാർജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബാങ്കിങ് സ്റ്റോക്കിൽ നിന്ന് അവരെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തതാണ് പ്രധാനപ്പെട്ട ഒരു കാരണം ബാങ്കിങ് സ്റ്റോക്ക് ഇടിയാനായിട്ട്. പൊതുവെ ഇതിനൊക്കെ പുറമെ ഇന്ന് വെള്ളിയാഴ്ചയാണ്. പൊതുവെ വെള്ളിയാഴ്ചകളിൽ പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിനു പുറമെ ഗ്ലോബൽ ഇഷ്യൂ ഇങ്ങനെ നിൽക്കുന്ന സമയമായതുകൊണ്ട് തന്നെ റിസ്ക് എടുക്കാനായിട്ട് അധികം പേര് തയ്യാറായി എന്ന് വരില്ല. അതും ഇന്നത്തെ ഇടിവിന് കാരണമാണ്. ഒപ്പം തന്നെ ഇന്ത്യ വിക്സ് ഈ ആഴ്ച വളരെ ശക്തമായിട്ട് ഉയരുന്ന കാഴ്ചയാണ് കണ്ടത്. നമുക്കറിയാം, വിക്സ് ഉയരുമ്പോൾ തന്നെ മാർക്കറ്റിൽ ഭയം കൂടുന്നു എന്നാണ് അർത്ഥം. സ്വാഭാവികമായിട്ടും അതിനെ തുടർന്ന് വോളറ്റിലിറ്റി കൂടും. വളരെ പെട്ടെന്നുള്ള ബിഗ് മൂവ്മെൻറ്റ്സ് ഉണ്ടാവുകയും ചെയ്യും. ഇന്നത്തെ മാർക്കറ്റും ഇന്നലെയൊക്കെ ആ ബിഗ് മൂവ്മെൻറ്റിൻ്റെ പ്രസക്തി എന്താണെന്ന് നമ്മൾ കണ്ടതാണ്. ഇന്നാകട്ടെ ഇന്ന് മാർക്കറ്റ് ഗ്യാപ് ഡൗൺ ആയിട്ട് ഓപ്പൺ ചെയ്തു. മോർണിംഗിൽ ചെറിയൊരു റിക്കവറി കാണിച്ചു. പക്ഷേ ഉച്ചതിരിഞ്ഞ് വീണ്ടും ഹെവി സെല്ലിങ്ങിലേക്ക് കടക്കേണ്ടായി. ഡേ ഹൈ മുതൽ ലോ വരെ നോക്കിയാൽ ഏകദേശം ഒരു 280 പോയിന്റിൻ്റെ മൂവാണ് ഉണ്ടായത്. ഇതിനർത്ഥം മാർക്കറ്റിൽ ഇപ്പോൾ ഹൈ വോളറ്റിലിറ്റി ഫേസ് ഉണ്ട് എന്ന് അത് അടിവരയിട്ട് നമ്മളോട് പറയുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് മൺഡേ മാർക്കറ്റ് എന്തായിരിക്കും എന്നുള്ളതാണ്. നമുക്കറിയാം, ശനിയും ഞായറും കഴിയണം, എന്നിട്ട് വേണം മൺഡേയിലേക്ക് എത്താനായിട്ട്. ശനിയും ഞായറും ഗ്ലോബലി എന്തൊക്കെ വാർത്തകൾ പുറത്തേക്ക് വരുമെന്നുള്ളത് ദൈവത്തിന് മാത്രമേ അറിയൂ. നമുക്ക് ആർക്കും പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. പോസിറ്റീവോ നെഗറ്റീവോ ആയ വാർത്തകളൊക്കെ ഈ 2 ദിവസങ്ങൾക്കുള്ളിൽ സംഭവിച്ചേക്കാം. അല്ലെങ്കിൽ പ്രത്യേകിച്ച് വാർത്തകളൊന്നുമില്ലെങ്കിൽ ന്യൂട്രൽ മോഡിൽ പോവുകയും ചെയ്തേക്കാം. എന്തായാലും സാധ്യതയുള്ള ചില കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഒന്ന്, നിഫ്റ്റി ഒരു 24,300, 350 ലെവലിൽ നിന്ന് സപ്പോർട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റിയാൽ മാർക്കറ്റിൽ ഒരു ഷോർട്ട് കവറിംഗ് റാലി, അതായത് മാർക്കറ്റ് പതിയെ മുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പോവുകയാണെങ്കിൽ ഒരു 24,600, 24,750 ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ലെവലുകളാണ്, എത്തിച്ചേരാൻ സാധ്യതയുള്ള ലെവലുകളാണ്. ഇനി മറ്റൊരു അവസ്ഥ എന്ന് പറയുന്നത്, സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോയാൽ പിന്നീട് 24,150, 24,000 എന്നീ പറയുന്ന ലെവലുകളിലേക്കൊക്കെ എത്തിച്ചേരാനിടയുണ്ട്. 24,000 എന്ന് പറയുന്നത് ഒരു സൈക്കോളജിക്കൽ ലെവൽ കൂടിയാണ്. അവിടേക്ക് എത്തുമ്പോഴേക്കും ബയേഴ്സ് ഹെൽപ്പിന് വരും, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് വരും എന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. എന്തായാലും മൺഡേ ട്രേഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, ഗ്ലോബൽ ന്യൂസ് തന്നെയാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ രാജ്യത്തുള്ള വാർത്തകളോ ന്യൂസുകളോ ഒന്നുമല്ല പ്രധാനം. ഗ്ലോബലി വാർത്തകൾ എന്ത് സംഭവിക്കുന്നു, പ്രത്യേകിച്ച് US-ഇറാൻ, GCC, മിഡിൽ ഈസ്റ്റ് ഏരിയ, അവിടെയൊക്കെ നടക്കുന്ന യുദ്ധവുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ വാർ സിറ്റുവേഷൻ മോശമാവുകയാണെങ്കിൽ ഉറപ്പായിട്ട് മാർക്കറ്റ് വീണ്ടും താഴേക്ക് പോകും. അതല്ല, അവിടെ പ്രതീക്ഷാ നിർഭരമായ എന്തെങ്കിലുമൊക്കെ ടോക്കുകളും ഡിസ്കഷൻസും ഒക്കെ നടക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ റിഫ്ലക്ഷനും മാർക്കറ്റിൽ ഉണ്ടാകും. ഒപ്പം തന്നെ ക്രൂഡ് ഓയിൽ പ്രൈസ് എങ്ങോട്ട് മൂവ് ചെയ്യുന്നു എന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും മാർക്കറ്റ് നെഗറ്റീവിലേക്ക് പോയിരിക്കും. ഇന്ത്യ വിക്സ് ഹൈ ആണ്. അതിൽ കുറവ് സംഭവിക്കുകയാണെങ്കിൽ അത് മാർക്കറ്റിന് അനുകൂലമാണ്. അഥവാ അത് പിന്നെയും കൂടുകയാണെങ്കിൽ ഇൻട്രാഡേയിൽ ഇനിയും വലിയ മൂവുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് അത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ചുരുക്കി പറഞ്ഞാൽ മാർക്കറ്റ് വീക്കാണ്, ട്രെൻഡ് ഇപ്പോഴും വീക്കാണ്. തിങ്കളാഴ്ച ഒരു വോളട്ടൈൽ ബൗൺസ് ബാക്കൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനായിട്ടാവില്ല. പ്രതീക്ഷിക്കപ്പെടുന്ന ലെവലുകൾ എന്ന് പറയുന്നത് 24,150, 24,300 ഒരു മികച്ച സപ്പോർട്ട് സോണായിട്ടും 24,600, 24,750 എന്നുള്ളത് റെസിസ്റ്റൻസ് സോണായിട്ടും ആക്ട് ചെയ്യപ്പെട്ടേക്കാം. എങ്കിലും
തിങ്കളാഴ്ച മാർക്കറ്റ് സഞ്ചരിച്ചേക്കാമെന്ന് ഞാൻ കരുതുന്ന ചില ലെവലുകൾ ഓൾറെഡി ഈ വീഡിയോയിൽ ചേർത്തിട്ടുണ്ട്. ആ ലെവലുകൾ സപ്പോർട്ടായോ റെസിസ്റ്റൻസായോ ആക്ട് ചെയ്യപ്പെട്ടേക്കാം. അതുകൊണ്ട് തന്നെ ഇമോഷൻ ഡ്രൈവൺ ആയിട്ടുള്ള ഒരു ഫേസിലൂടെയാണ് നമ്മൾ പോകുന്നത്. വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പ്രത്യേകിച്ച് ട്രേഡേഴ്സ് ആണെങ്കിൽ റിസ്ക് മാനേജ് ചെയ്യാനും പൊസിഷൻ സൈസ് കൃത്യമാക്കാനും സ്റ്റോപ്പ് ലൂസ് ഡിസിപ്ലിനോടുകൂടി പാലിക്കാനും ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ്. എന്തായാലും തിങ്കളാഴ്ച പ്രോഫിറ്റബിളായ ഒരു ട്രേഡിങ്ങിനെ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ. താങ്ക് യു വെരി മച്ച്.